ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എൻ്റെ കയ്യിലുള്ള കുറച്ച് ലിപ് ബാംസ് ആണ്. അത് നിങ്ങൾക്ക് കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള ലിപ് ബാംസും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാം. അല്ലെങ്കിൽ SPF അടങ്ങിയിട്ടുള്ള കുറച്ച് ലിപ് ബാംസും ഉണ്ട്. എൻ്റെ കയ്യിലുള്ള കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള വാങ്ങിക്കാൻ അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് ലിപ് ബാംസ് ആണ് ഞാനിന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റ് വന്നിട്ട് നമ്മുടെ വാസ്ലിനാണ്. നമുക്ക് വാസ്ലിൻ ഓക്കെ പ്രോഡക്റ്റ് ആണ്. കുറച്ച് ഓയിലി ആയിട്ടിരിക്കും, അതാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം. അല്ലെങ്കിൽ നമുക്ക് വാസ്ലിൻ ആണ് ബെസ്റ്റ് ചോയ്സ്. നൈറ്റിലൊക്കെ നമുക്ക് കുറച്ച് കളേർഡ് ആയിട്ടുള്ള ലിപ് ബാം യൂസ് ചെയ്യുന്നതിന് പകരം നമ്മുടെ സാധാ വാസ്ലിൻ ജെല്ലി നമുക്ക് നല്ലതാണ്. നൈറ്റിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ലിപ് ബാം കൂടിയാണ് വാസ്ലിൻ്റെ പെട്രോളിയം ജെല്ലി. അത് പണ്ട് മുതൽക്കേ ഉള്ള ഒരു ഇതാണ്. ഇപ്പോൾ സിമ്പിൾ ആണെങ്കിൽ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഡ്രൈനെസ് മാറിക്കിട്ടും. പിഗ്മെന്റേഷൻ മാറത്തില്ല. എനിക്ക് നല്ല പിഗ്മെന്റേഷൻ ഉണ്ട്. പിഗ്മെന്റേഷന്റെ വീഡിയോ കുറയുന്നതിന്റെ വീഡിയോ ഞാൻ ഇടാം. അത് ഞാനിപ്പോൾ ട്രൈ ചെയ്ത് വരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ലിപ് ബാംസ്. എപ്പോഴും അല്ല, അല്ലെങ്കിൽ നൈറ്റിലൊക്കെ യൂസ് ചെയ്യുന്നത് ഇതായിരിക്കും. ഇത് അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് അഡിക്റ്റ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അഡിക്റ്റ് ആയിട്ടുള്ളവർ മാത്രം. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ നിവ്യയാണ്. വാസ്ലിൻ കഴിഞ്ഞ അടുത്ത നിവ്യയാണല്ലോ. ഇത് കുറച്ച് കളേർഡാണ്. കളേർഡ് അല്ലാത്തതുണ്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അടുത്തടുത്ത് പ്രോഡക്റ്റ് ലിപ്പിൽ അപ്ലൈ ചെയ്യണേ. ഇത് കുറച്ചും കൂടി കളേർഡാണ്, എന്നാലും മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള നിവ്യയുടെ മോയ്സ്ചറൈസിങ് ലോഷൻ അടക്കം കംപ്ലീറ്റ്ലി നമ്മൾ അഡിക്റ്റ് ആണ്. പക്ഷെ ഇത് കുറച്ച് ന്യൂട്രീഷൈൻ ആണ്. നമുക്ക് കുറച്ച് ടിൻറ്റഡ് നിവ്യയുടെ ലിപ് ബാം. നെക്സ്റ്റ് വന്നിട്ട് ഇതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ബെലോറ പാരീസ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ്. ഇതിന്റെ വില $110 ഇതിന്റെ വില. ബെലോറ പാരീസ് കുറച്ച് ഓയിലിയാണ്, എന്നാലും ടിൻറ്റഡ് ആണെന്ന് തോന്നുന്നു. ഒത്തിരി ഷിയ ബട്ടറൊക്കെ അടങ്ങിയിട്ടുണ്ട്. കൂടുതൽ ഷിയ ബട്ടറാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. കുറച്ച് കോക്കനട്ട് ബട്ടർ ലിപ് ബാമാണ്. നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ളൊരു ലിപ് ബാമാണ്. ഇതാണ് ബെലോറ പാരീസ് ലിപ് ബാം. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് വാസ്ലിൻ്റെ തന്നെ ഒരു പുതിയൊരു സാധനം, ലിപ് തെറാപ്പി. ലിപ് തെറാപ്പി എന്ന് പറഞ്ഞിട്ടൊരു ഇതാണ്. ഇതും കുറച്ച് ടിൻറ്റഡ് ആണ്. പക്ഷെ ഇതിൻ്റെ പാക്കേജ് ഇങ്ങനത്തെ ഒരു പാക്കേജാണ്. ഇതണ്ട, കുറച്ചും കൂടി ടിൻറ്റഡ് ആണ്. നൈസ് ലിപ് ബാമാണ്. ഓക്കെ, കുറച്ച് മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ലിപ് ബാംസ് ആണ്. പിന്നെ ഇതൊരു പുതിയൊരു സാധനം. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണേ. കുറച്ചൊരു ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള കണ്ടന്റ് ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് വന്നിട്ട് ഇതിൻ്റെ ഗ്ലിസറിൻ ആണ് ഇതിൽ കൂടുതലും ആഡ് ചെയ്തിരിക്കുന്നത്. പെട്രോളിയം ജെല്ലി ഇതൊക്കെ. പിന്നെ ഇതിനൊരു പ്രത്യേകത എന്ന് പറയാനായിട്ട് ഇതിൻ്റെ ഒരു സ്മെല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ നമ്മുടെ ഹിമാലയ ലിപ് ബാം ഇല്ലേ, അതിൻ്റെ ഒരു സ്മെല്ലാണിത്. ഹിമാലയ അല്ല, പക്ഷെ ഇതിൻ്റെ പേര് എന്താന്ന് വെച്ചാൽ ടെൻഡർ കെയർ പ്രൊട്ടക്റ്റിംഗ് ഓറിഫ്ലെയിം സ്വീഡൻ ലിപ് ബാം. ഇതും പെട്രോളിയം ജെല്ലി പോലെ തന്നെയാണ്. ഒരു സ്മെല്ല് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ പണ്ടത്തെ ലിപ് ബാമിൻ്റെ സ്മെല്ലുണ്ട്. ഏതാ ഞാൻ പറയാം, ഹിമാലയയുടെ ലിപ് ബാമിൻ്റെ സ്മെല്ലില്ലേ, അതേപോലെ ഇതിരിക്കുന്നത്. വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. ഇത് ലിപ്പിൽ മാത്രമല്ല, നമുക്ക് ഹാൻഡിലൊക്കെ ഇവിടേക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനത്തെ കൂടി പ്രൊട്ടക്റ്റിംഗ് ബാം പോലെയാണ്. ലിപ്പിലും കൂടി അപ്ലൈ ചെയ്യാനാണ്. പ്രൊട്ടക്റ്റിംഗ് ബാം പോലെയാണ്. നമുക്കിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ എടുക്കാം. പിന്നെ വന്നിട്ട് അടിപൊളി സാധനം ദേഗയുടെ ലാസ്റ്റ് വാങ്ങിച്ചാണ് ഞാനിത്. ദേഗയുടെ പ്രോഡക്ട്സ്. ദേഗയുടെ കുറച്ച് നല്ല പ്രോഡക്ട്സ് ആണ്. അതേപോലെ മോയ്സ്ചറൈസിങ്
അലോവേറ ജെല്ല്, സാധാ അലോവേറ ജെല്ലൊക്കെ നല്ല സൂപ്പറാണ്. ദേഗയുടെ നമ്മുടെ നിവ്യ ലിപ് ബാം പോലെ തന്നെ കുറച്ച് എന്താ പറയുക കളേർഡാണ്. നിവ്യയുടെ പോലെ തന്നെ കുറച്ച് കളേർഡാണ്. മോയ്സ്ചറൈസിങ് ആണ്. SPF ഇല്ല, പക്ഷെ ഓർഗാനിക്കാണ്. ഇതാണ് എൻ്റെ മെയിൻ സംഭവം. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് പ്രൈസ് ഇതിൽ കൊടുത്തിട്ടില്ല. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഒരു ഇച്ചിരി കൂടുതലാണ് കേട്ടോ. 120 രൂപയാണ് ഇതിൻ്റെ ലിപ് ബാം. 8 hours ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ലിബിന്ന് പോകില്ല കേട്ടോ. ഇത് മെയിൻ ഇതിൻ്റെ എന്താ പറഞ്ഞാൽ ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും ലിബിന്ന് പോവില്ല. അങ്ങനത്തെ ഒരു ലിപ് ബാമാണ്. കണ്ട സാധാ ലിപ് ബാം പോലെ തോന്നും. ഇതിൻ്റെ പാക്കേജിങ് ഒക്കെ നേച്ചർ ഫ്രണ്ട്ലി ആണ്, ഓർഗാനിക് ആയതുകൊണ്ടാണ്. ഇതിൻ്റെ ഉള്ളിലത്തെ കണ്ടന്റ് ഷിയ ബട്ടർ, മെയിൻ സാധനം ഷിയ ബട്ടറാണ്. ഷിയ ബട്ടർ ഞാൻ കുറച്ച് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതും നമുക്ക് അപ്ലൈ ചെയ്യാം, കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. അതും ലിപ് ബാമാണ്. തീർന്നിട്ടില്ല, പറഞ്ഞോടില്ല. പിന്നെ വിൽവയുടെ 2 പ്രോഡക്ട്സ് ആണ്. ഇത് രണ്ടും ലിപ് ബാം അല്ല. ഇതിലൊരെണ്ണം സ്ക്രബും ഇതിലൊരെണ്ണം ലിപ് ബാമാണ്. ഇപ്പോൾ സ്ക്രബ് എന്തിനാണെന്ന് വെച്ചാൽ ഓൾറെഡി ലിപ് പിഗ്മെന്റേഷൻ ഒക്കെ ഉള്ളവർക്കും നമുക്ക് ഒരു സ്ക്രബ് ഇടണത് നല്ലതായിരിക്കും. ഞാനിപ്പോൾ സ്ക്രബ് ഇട്ട് കാണിച്ചു തരാം കേട്ടോ. അത് ഞാൻ ഇത് ലാസ്റ്റ് കാണിക്കുമ്പോൾ സ്ക്രബ്. ശരിക്കും നമുക്ക് മറ്റേ ഈ എന്താ ഷുഗർ ഇട്ടിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യില്ല, അതേപോലെയാണ്. പിന്നെ വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇത് വാഷ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഒരു 2 സെക്കൻഡൊക്കെ വാഷ് ചെയ്യണം, സ്ക്രബ് ചെയ്യണം. പക്ഷെ എനിക്ക് സമയമൊന്നുമില്ല, വേഗം വീഡിയോ എടുത്ത് പോകണ്ട്. അപ്പം സ്ക്രബ് കഴിഞ്ഞിട്ടേ ലിപ് ബാം വേണ്ട, പോളി ലിപ് ബാം. ഇത് മാത്രം മതി, ഒന്നും വേണ്ട. വേണ്ട, ടിൻഡഡാണ്. മോയ്സ്ചറൈസിങ് ആണ്, അടിപൊളി ലിപ് ബാം. അപ്പം ഇതാണ് വേറൊരു ലിപ് ബാം. പിന്നെ വന്നിട്ട് കുറേ ആയല്ലേ. പിന്നെ ഒരു ക്യൂർ സ്കിൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിപ് ബാമാണത്. അത് ഒടുക്കത്തെ കളറായിരിക്കും അല്ലേ. ഇത് ഭയങ്കര മോയ്സ്ചറൈസിങ് കേട്ടോ. നല്ല മറ്റേ ബയോട്ടിക്കിൻ്റെ പ്രോഡക്ട്സ് ഒക്കെ പോലെ നല്ല മോയ്സ്ചറൈസിങ് ആയിട്ടുള്ളൊരു ഐറ്റം ആണ്. അടിപൊളി സാധനം. ക്യാരറ്റ് ആൻഡ് ബീട്രൂട്ട് സ്ട്രോബെറി ഹൈഡ്രേറ്റ് ആൻഡ് പ്രൊട്ടക്റ്റ് വിത്ത് ക്യാരറ്റ് ബീട്രൂട്ട് സ്ട്രോബെറി. അതാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഇതിൻ്റെ ക്യാപ്പ് ചാടിപ്പോയി, എടുത്തിട്ട് വരാം. പിന്നെ അതാണ് ക്യൂർ സ്കിന്നിൻ്റെ ടിൻഡഡ് ലിപ് ബാം ആണ് അതിൻ്റെ കേട്ടോ. ഈ ക്യൂർ സ്കിന്നിൻ്റെ ടിൻഡഡ് ലിപ് ബാം ഇൻഗ്രീഡിയൻസ് ആൽമണ്ട് ഓയിൽ, കാസ്റ്റർ ഓയിൽ, കോക്കനട്ട് ഓയിൽ, പിന്നെ ബീട്രൂട്ട് എക്സ്ട്രാക്റ്റ്, ക്യാരറ്റ് എക്സ്ട്രാക്റ്റ്, പിന്നെ വാക്സ്, ബീസ് വാക്സ് എക്സ് ഒക്കെ ആഡഡ് ആണ്. 3 months ഓഫ് ഓപ്പണിങ്ങിൽ യൂസ് ചെയ്യണമെന്നാണ്. ഇൻസ്റ്റന്റ് ലിപ് നറിഷ്മെന്റ് വിത്ത് ദ ഗുഡ്നെസ് ഓഫ് ക്യാരറ്റ് സീഡ് ഓയിൽ, കൊക്കോ ബട്ടർ ആൻഡ് ഷിയ ബട്ടർ. അതാണ് മെയിൻ. അതായത് ഇൻസ്റ്റന്റ് ആയിട്ട് നറിഷ് ചെയ്യും. ശരിയാ, അത്യാവശ്യം നറിഷ്മെന്റും ഉണ്ട്. പിന്നെ ഒരു സംഭവം, ഇത് ശേഷ ആയുർവേദ, അത് നിങ്ങൾ കണ്ടിട്ടില്ലേ? എനിക്കിപ്പോഴും വനാണല്ലോ. അപ്പം അതിൽ നിന്ന് വാങ്ങിച്ചൊരു ആയുർവേദിക് ലിപ് ബാം ആണ് കേട്ടത്. ഞാൻ ഫസ്റ്റാണ് തുറക്കണത്. നല്ലൊരു കളറൊക്കെയാണ്, നല്ലൊരു പാക്കേജിങ് ഒക്കെയാണ്.
ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വായിക്കണമെങ്കിൽ കുങ്കുമാതി തൈലം മെയിൻ, പിന്നെ മാംഗോ ബട്ടർ, കോക്കനട്ട് ഓയിൽ, ലിക്വറൈസ് എക്സ്ട്രാക്ട്, പിന്നെന്താ സാഫ്രോൺ എസെൻഷ്യൽ, റെഡ് സാൻഡൽവുഡ്, അതാണ് ഈ കളറ്. ശേഷം ആയുർവേദയുടെ ഒക്കെ ഒരുമിക്ക പ്രോഡക്ട്സ് നല്ലതാണ്. കളർ ചെയ്യാനുള്ള എന്താ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ റിവ്യൂ ഞാൻ ഇടാം. ഇതാണ് വേറൊരു ലിപ് ബാം. അപ്പോൾ ലിപ് ബാം കഴിഞ്ഞില്ലേ. പിന്നെ ലാസ്റ്റ് ഇപ്പം ഞാൻ വാങ്ങിച്ചൊരു അടിപൊളി ലിപ് ബാമാണ് ജ്യൂസി കെമിസ്ട്രി കളർ കെമിസ്ട്രി. ജ്യൂസി കെമിസ്ട്രി, കളർ കെമിസ്ട്രി രണ്ട് ഇതുണ്ട്. കളർ കെമിസ്ട്രിയിൽ നമുക്ക് ആയുർവേദിക് ആയിട്ടുള്ള ലിപ് ബാംസ്, ബ്ലഷ് ഇതൊക്കെ കിട്ടും. ഐ ഷാഡോസ് ഒക്കെ കിട്ടും. അപ്പം അതുപോലെ ഷിയർ ഗ്ലോസ് ഫിനിഷിന് വേണ്ടിയിട്ട് ലിപ് ഗ്ലോസ് ആണത്. ആക്ച്വലി ഇത് ലിപ് ഗ്ലോസ് ആണ്, പക്ഷെ ഇതിൻ്റെ കണ്ടന്റ് വന്നിട്ട് ഷിയ ബട്ടർ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ നല്ലോണം ഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ട്. ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാവുന്ന ഒരു കളർ കെമിസ്ട്രിയുടെ ലിപ് ഗ്ലോസ് ആണിത്. ഇത് നമുക്ക് മോയ്സ്ചറൈസിങ് ആയിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് വന്നിട്ട് നമുക്കൊരു കാര്യം, എല്ലാ ലിപ് ബാംസും നമുക്ക് കുറച്ചൊരു ഹൈഡ്രേറ്റിംഗ് തരുന്നുണ്ട്. പക്ഷെ SPF അടങ്ങിയിട്ടുള്ള ലിപ് ബാംസ് നമുക്ക് പുറകെ കാണാം. അപ്പോൾ അതിന് മുന്നേ ഫസ്റ്റ് ആയിട്ടൊരു ലിപ് ബാം ഞാൻ യൂസ് ചെയ്തത് കാണിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോസിൽ നമുക്ക് SPF ആയിട്ടുള്ള ലിപ് ബാം കൊണ്ടുവരാം. ഇപ്പം ഞാൻ തൽക്കാലം ഒരു ടാബ്ലറ്റ് എടുത്ത് കാണിച്ചത്. ഇത് ക്യാപ്സ്യൂൾ ടൈപ്പ് ഒരു സാധനം. ഇതൊന്നുമില്ല, ഡെർമാക്കോന്റെ അടിപൊളി. ഇത് ഓൾറെഡി കുറേ വീഡിയോസൊക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ. അന്ന് എനിക്കിത് വാങ്ങിക്കാൻ പറ്റിയില്ല. അത് ഞാൻ പിന്നെ വാങ്ങിച്ച്, പക്ഷെ യൂസ് ചെയ്ത് ഇത്രയും. ഇത് നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ SPF ആവശ്യമാണ് ലിപ്സ്റ്റിക്ക് ഇടണേ മുന്നേ. കാരണം വെച്ചാൽ ഈ ലിപ് ക്രീംസും അതേപോലെ ലിപ് സ്ക്രബൊക്കെ ഇട്ടിട്ടും നമുക്ക് ലിപ് പിഗ്മെന്റേഷൻ മാറാത്തത് നമ്മൾ ലിപ്പിലൊന്നും സൺസ്ക്രീൻ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് പിഗ്മെന്റേഷൻ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് ബെസ്റ്റ് ലിപ് ബാംസ് ആയിട്ടും SPF അടങ്ങിയിട്ടുള്ളത് വാങ്ങിക്കാം. ഇങ്ങനത്തെ ലിപ് ബാംസ് ഒക്കെ നമുക്ക് എന്തെങ്കിലും ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നോ ഒക്കെ യൂസ് ചെയ്യാം. പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും പരമാവധി SPF ഇട്ട് പോന്നേക്കാം. ഇത് ഡെർമാക്കോന്റെ SPF 30 അടങ്ങിയിട്ടുള്ളൊരു ലിപ് ബാം ആണ്. SPF 30 മതിയാവൂല്ലേ? അത് ഞാൻ പറയുകയാണെങ്കിൽ റീഅപ്ലൈ ചെയ്യാം. പോക്കറ്റ് ഫ്രണ്ട്ലി ആണ്. അതേപോലെ കണ്ടന്റ് എന്താന്ന് വെച്ചാൽ 1% കോജിക് ആസിഡ് ലിപ് ബാം വിത്ത് SPF, hyaluronic acid 0.5% alpha arbutin, SPF 30 PA++++. പോരെ, ഇത് പോരെ. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു SPF വാങ്ങിക്കാൻ തോന്നല്ലേ. അപ്പോൾ ഇത് അടിപൊളി SPF ആണ്. പോയി അപ്പോൾ ഇതൊക്കെയാണ് SPF ലിപ് ബാമൊക്കെ. ഫാൻ ഇടാൻ പറ്റുള്ള ചൂടാണ്, കാരണം വീഡിയോയുടെ സൗണ്ട് പോവും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള ലിപ് ബാംസ്. അപ്പോൾ നിങ്ങളും ഇതേപോലെ കുറച്ച് ലിപ് ബാംസ് ഒക്കെ മേടിച്ച് പറ്റും SPF ഒക്കെ ഉള്ളതൊക്കെ ആഡ് ചെയ്യുക. അപ്പോൾ അടുത്ത വേറൊരു ലിപ് ബാമും SPF അടങ്ങിയിട്ടുള്ള ലിപ് ബാം ഇനി വാങ്ങിക്കുള്ളൂ. ഇതൊക്കെ തീരണ്ടേ. അപ്പം നെക്സ്റ്റ് വീഡിയോ വന്നേരെ. ധൃതിയുള്ള വീഡിയോ ആണ്. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നുള്ളൂ. ഇനി വീഡിയോസൊക്കെ ചെയ്യാം ടൈമുള്ളപ്പോൾ. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ലിപ് ബാമും കൂടി ഉണ്ടായിരുന്നു. ഇത്രയൊക്കെ വാങ്ങിച്ചിട്ട് ഒരു പൊട്ട ലിപ് ബാം കിട്ടില്ലെന്ന് നിങ്ങൾ ചിന്തിക്കില്ലേ? ഇതൊക്കെ അടിപൊളി ലിപ് ബാം എന്നാണ് ഞാൻ വിചാരിച്ചേക്കണേ. എന്നാൽ എനിക്കും കിട്ടിയിട്ടുണ്ട് അമളിയൊക്കെ. ഹിമാലയയുടെ ലിപ് ബാം അടിപൊളിയാട്ടോ. പിന്നെ ഇതാണ് ഷുഗർ പോപ്പിന്റെ ലിപ് ബാം. ഇതാണ് ഇതിന്റെ കളർ. ഇതാണ്, പക്ഷെ ഇതിന്റെ കളറൊന്നും വരത്തില്ല. ജസ്റ്റ് അത് അപ്ലൈ ചെയ്യാൻ. പക്ഷെ നല്ല അത്യാവശ്യം നല്ല മോയ്സ്ചറൈസിങ് ആണ് ഏട്ടാ. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത, ഇത് വന്നത് ഇങ്ങനത്തെ ഒരു പോക്കറ്റ് ഷുഗർ പോപ്പ് എന്നിട്ട് കുഞ്ഞു പേഴ്സില. ഇതെനിക്കിഷ്ടമായി. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ലിപ് ബാംസ് കേട്ടോ. അപ്പോൾ
പുതിയൊരു വീഡിയോ തന്നെ വരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.